എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഏപ്രിൽ മാസത്തിലെ ഓരോ നല്ല പ്രഭാതങ്ങളും കാണാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തരികയാണ്. കർത്താവിന് നന്ദിയോടെ ഓരോ ദിവസം എഴുന്നേറ്റ് വരുമ്പോൾ കർത്താവെ നന്ദി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വാ. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ഭൂമിയിലില്ല. ഒത്തിരി പേർക്ക് ഇതുപോലെ ചിരിക്കാൻ പറ്റുന്നില്ല. അനേകർ വളരെ പ്രതിസന്ധികളുടെ നടുവിലാണ്. ഇതിൻ്റെ നടുവിലെല്ലാം ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമുക്ക് സ്തോത്രം പറയാൻ, നന്ദി പറയാൻ അവസരം ദൈവം തരികയാണ്. ഒരു കാര്യം എപ്പോഴും വിശ്വസിക്കണം, ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണം. കർത്താവ് ഒരു നന്മ തരുമ്പോൾ ആനന്ദിച്ച് സന്തോഷിക്കണമെന്നല്ല, എല്ലാ കാലത്തും ഓരോ ദിവസവും ദൈവം ഉണ്ടാക്കിയതാണെങ്കിൽ ദൈവം ഉണ്ടാക്കിയ ഓരോ ദിവസവും നാം എൻജോയ് ചെയ്യണം, ആസ്വദിക്കണം. അതിനുള്ള കൃപ യേശു കർത്താവ് നമുക്ക് തരും. ഇന്നത്തെ ഈ സാഹചര്യങ്ങളെല്ലാം മാറും. ഇന്ന് പല വിഷമങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ ഉറപ്പായി പറയാം, കർത്താവിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന വാക്കിൻ്റെ അർത്ഥം ഉയരത്തിലെ നിത്യത മാത്രമല്ല, സ്വർഗം മാത്രമല്ല, മരണത്തിനപ്പുറമുള്ള ജീവിതം മാത്രമല്ല. എന്തിലെല്ലാം രക്ഷ വേണോ? സാമ്പത്തികമായി രക്ഷപ്പെടും, തീർച്ചയായിട്ടും. ശാരീരികമായ രക്ഷ, അത് യേശു കർത്താവ് എല്ലാവരെയും സൗഖ്യമാക്കി എന്ന് വായിക്കും. പൈശാചിക ബാധകളിൽ നിന്നുള്ള രക്ഷ, യേശു ഭൂതങ്ങളെ പുറത്താക്കുക മാത്രമല്ല, ഭൂതങ്ങളെ പുറത്താക്കാൻ ശിഷ്യന്മാരെ അധികാരപ്പെടുത്തി. എല്ലാവിധ രക്ഷകളും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്കുള്ള നമ്മുടെ ജന്മാവകാശമാണ്. അത് നമ്മൾ കുറേ ഉപവസിച്ചത് കൊണ്ട് കിട്ടുന്നതല്ല, നമ്മൾ വളരെയധികം പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ കിട്ടിയതുമല്ല. ഇതെല്ലാം കർത്താവ് നമുക്ക് നേടിത്തന്ന ഒന്നാണ്. യേശുവിലുള്ള വിശ്വാസത്താൽ ഇവ നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ അമിതമായ ബലത്തിൽ നമുക്ക് വിശ്വസിക്കാം. ഇന്ന് പാടി നമുക്ക് യേശു കർത്താവിനെ മഹത്വപ്പെടുത്താം. I stand in awe of you. You are beautiful beyond description, too marvelous for words, too wonderful for comprehension, like nothing ever seen or heard. Who can grasp your infinite wisdom? Who can fathom the depths of your love? You are beautiful beyond description, majesty enthroned above. I stand in awe of you. I stand in awe of you. Holy God, to whom all praise is due, I stand in awe of you. You're beautiful. You are beautiful.
the depths of your love. You are beautiful beyond description. Majesty enthroned above. I stand in awe of you. I stand in awe of you. Holy God, to whom all praise is due. I stand in awe of you. I stand in awe of you. I stand in awe of you. Holy God, to whom all praise is due. I stand in awe of you. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് ആവർത്തന പുസ്തകം 28-ാം അധ്യായമാണ്. അനുഗ്രഹവും ശാപവും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു അധ്യായം. ആദ്യം അനുഗ്രഹം വെച്ചിരിക്കുകയാണ്, പിന്നീട് മുഴുവനും ശാപമാണ്. അനുഗ്രഹം 14 വാക്യമാണെങ്കിൽ ശാപം പിന്നീട് 69 വാക്യം വരെ ശാപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് പേടി തോന്നും. നമുക്ക് 1 തൊട്ട് 14 വരെയും വായിച്ചാൽ മതി, വായിച്ചു വിടാൻ പറ്റിയത് അത് നമുക്കുള്ളതല്ല. ബൈബിളിൽ പറയുന്ന എല്ലാം നമുക്കുള്ളതല്ല. നമുക്കുള്ളത് നന്മകളാണ്, നമുക്കുള്ളത് ഉയർച്ചകളാണ്, നമുക്കുള്ളത് പുരോഗതികളാണ്, നമുക്കുള്ളത് ഏറ്റവും വലിയ ആനന്ദമാണ്. അതുകൊണ്ട് സകലതും ശോധന ചെയ്യണം, എന്നിട്ട് നല്ലത് മുറുകെ പിടിക്കാൻ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമുക്ക് കഴിയണം. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ വായിച്ചത്? അതെങ്ങനെയാണ്? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നമുക്ക് അവൻ്റെ കൽപ്പനകൾ മുഴുവനും, അവിടെ പറയുന്ന സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ. യാക്കോബിന്റെ ലേഖനം പറയുന്നു, ഒരുവൻ സകലതും പ്രമാണിച്ചിട്ട് ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും കുറ്റക്കാരനായി. ഈ ആന്റിബയോട്ടിക് കഴിക്കുന്ന പോലെയാണ് പഴയ നിയമം. എല്ലാം ആചരിച്ചു, ഒന്നിൽ തെറ്റിപ്പോയി, പിന്നെ ഒന്നേന്ന് തുടങ്ങണം. ആന്റിബയോട്ടിക് അങ്ങനെയല്ല, ഒരു നേരം മുടങ്ങിപ്പോയാൽ പിന്നെ ഒന്നേന്ന് തുടങ്ങണം. കഴിച്ചത് മുഴുവൻ വെറുതെയായി. ഇതുപോലെയാണ് പഴയ നിയമം. എന്നാൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് സകലതും ക്രൂശിൽ നിവർത്തിയാക്കി. എന്നിട്ട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ, ഈ ജീവജല നദികൾ ഒഴുകും. യേശുവിൽ വിശ്വസിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങൾ നമ്മിൽ വരികയാണ്. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നാണ് പിന്നീട് അനുഗ്രഹങ്ങളെല്ലാം വരുന്നത്. ഇന്ന് അനുഗ്രഹങ്ങൾ ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. കാരണം കൊലോസ്യ ലേഖനം 1:27 പറയുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിലിരിക്കുന്നു. സകല അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി യേശു ഇന്ന് നമ്മിൽ വസിക്കുന്നത് കൊണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മിലുണ്ട്. എന്നാൽ വിശ്വസിച്ച് വാഗൊണ്ട് പറഞ്ഞ് കൈകൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾക്കായി കൈനീട്ടി വിശ്വാസത്താൽ കാലുകളെടുത്ത് വയ്ക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മിൽ നിന്നാണ് പുറപ്പെടുന്നത്. സർവജാതികൾക്കും മീതെ ഉന്നതമാകാനുള്ള അനുഗ്രഹം ഉള്ളവരാണ് രക്ഷിക്കപ്പെട്ട യേശുവിൻ്റെ മക്കൾ, ദൈവമക്കൾ. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെയുണ്ട് അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ. 1 പത്രോസ് 3:9-10 നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാണ്. അനുഗ്രഹം കേൾക്കേണ്ടതിനല്ല, അനുഗ്രഹം എഴുതി പഠിക്കേണ്ടതിനല്ല, അനുഗ്രഹത്തിൻ്റെ വാക്യങ്ങളെല്ലാം കാണാതെ പഠിക്കേണ്ടതിനല്ല. ഈ അനുഗ്രഹങ്ങൾ
ആസ്വദിക്കേണ്ടതിന്, അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരും ആയിരിക്കും. നമ്മുടെ ജോലി എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. കാരണം അത്രയും അനുഗ്രഹം നമ്മുടെ മേലുണ്ട്. എന്തിനാ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം? നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട് ജീവിച്ചാൽ പോരാ. ഈ അനുഗ്രഹം ഓവർടേക്ക് ചെയ്യുന്നതാണ്, ഓവർഫ്ലോയാണ്. ഇതാണ് ക്രിസ്തുവേശുവിലുള്ള അനുഗ്രഹം. ഇത് പഠനം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും നല്ല ബന്ധങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയെടുക്കുന്നതല്ല, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പുറത്തേക്ക് ഓവർഫ്ലോ ആകുന്നതാണ്. അതുകൊണ്ട് ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കർത്താവുമായിട്ടുള്ള അടുത്ത ബന്ധം. ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പാണ് ആ വ്യക്തിക്ക് അനുഗ്രഹത്തിൻ്റെ ചാനലുകളിലേക്ക് ആ വ്യക്തി ചുവടുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി വേദപുസ്തകം വായിക്കുന്നു, എപ്പോഴും പ്രാർത്ഥനയുമായിട്ട് നല്ല ബന്ധമാണ്, ഒരു കൂട്ടായ്മ മുടക്കില്ല, അനുഗ്രഹിക്കപ്പെടാനുള്ള ലക്ഷണങ്ങൾ ഇതാണ്. മറ്റു ചിലരെ നോക്കിക്കോ, ഒരു യോഗത്തിന് വന്നു, വന്നാലും വൈകിയേ വരൂ, കഴിയുന്നതിന് മുമ്പേ പോകും. അതിൻ്റെ അർത്ഥം ഇതിന് വലിയ മൂല്യമില്ലെന്ന് അവർ തന്നെ അവരുടെ പ്രവൃത്തി കൊണ്ട് കാണിക്കുകയാണ്. ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിലും താല്പര്യമില്ല. കാരണം കൊടുപ്പിന് എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ്. അനുഗ്രഹം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ സഭയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഒരു വ്യക്തി സഭയിൽ വന്നാണ് അനുഗ്രഹിക്കപ്പെടുന്നത്, സഭയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. എന്താണ് സഭ? യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. പല അവയവങ്ങളാണ് നാം. ആരുടെ? ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ. സഭയെ കൂടാതെ ഒരനുഗ്രഹവും ഇന്ന് ഭൂമിയിലില്ല. നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പും എന്നൊക്കെ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന പോലെ തന്നെയാണ്. സഭയോട് ബന്ധപ്പെട്ടാണ് എല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. എനിക്ക് ആരുടെയും ആവശ്യമില്ല, എനിക്ക് വീട്ടിലിരുന്ന് ബൈബിൾ വായിക്കാനും എനിക്ക് പിന്നെ യൂട്യൂബിൽ നോക്കി എല്ലാ ദൈവദാസന്മാരുടെ പ്രസംഗം കേട്ട് ഞങ്ങളുടെ ചർച്ചിലെ പ്രസംഗത്തേക്കാൾ നല്ല പ്രസംഗം ഞങ്ങൾക്ക് വീട്ടിലിരുന്ന യൂട്യൂബിൽ കാണാം. ആ പുസ്തകത്തിലെ പശു പുല്ല് തിന്നൂല. വീട്ടിലിരുന്നല്ല, ഇത് ഫെലോഷിപ്പാണ്. സഭയിൽ വരുന്ന ചെറിയവരും വലിയവരുമായ എല്ലാവരുമായി നമ്മൾ കൂട്ടായ്മ പുലർത്തുമ്പോൾ ആ കൂട്ടായ്മയുടെ നടുവിലാണ് 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നു അവിടെ ഞാനുണ്ട്. എന്തിനാ യേശു അങ്ങനെ പറഞ്ഞു? നിങ്ങൾ കൂടണം. നിങ്ങൾ കൂടി വരുമ്പോൾ ഒരുത്തന് സങ്കീർത്തനം, ഒരുത്തന് അന്യഭാഷ, ഒരുത്തന് വ്യാഖ്യാനം. എന്തിനാ അങ്ങനെ പറയുന്നത്? അവരപ്പം നുറുക്കാൻ കൂടി വന്നപ്പോൾ എന്താണ്? ഒരുമിച്ച് കൂടുമ്പോഴാണ് അസോസിയേഷൻ അനോയിന്റിങ്. ആ കൂട്ടായ്മയിൽ നിന്നാണ് ഈ അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ കണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ തിരുസഭയോടുള്ള ഏറ്റവും നല്ല കൂട്ടായ്മ പുലർത്തുന്നവർ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ദാവീദ് പറഞ്ഞ പോലെ, ഞാൻ ബാലനായിരുന്നു, ഇപ്പോൾ വൃദ്ധനായിരിക്കുന്നു. നീതിമാൻ തുണയില്ലാതെ ഇരിക്കുന്നതും അവൻ്റെ മക്കൾ അപ്പം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. നീതിമാന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെടും, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. എന്തിനാ അങ്ങനെ എഴുതിയിരിക്കുന്നു? നീതിമാന്മാരുടെ കൂട്ടം, അവരെ ദൈവം മറക്കില്ല. മോശയ്ക്കും അഹരോനും ആശ്വാസം കൊടുത്തുകൊണ്ട് കാലേബും യോശുവയും അവരെ സപ്പോർട്ട് ചെയ്തു എന്ന കാരണത്താൽ ദൈവം അവരെ അനുഗ്രഹിച്ചില്ലേ? അഹരോനും ഹൂരും മോശയുടെ കൈ താങ്ങി എന്ന കാരണത്താൽ ദൈവം അവരെയും അവരുടെ തലമുറകളെ അനുഗ്രഹിച്ചില്ലേ? യേശുവിൻ്റെ ക്രൂശിൽ ഒരു കൈത്താങ്ങൽ കൊടുത്തു എന്ന കാരണത്താൽ കുറേനക്കാരനായ ശീമോന്റെ 2 മക്കൾ അലക്സാണ്ടറും രൂഫോസും കർത്താവിൽ ഏറ്റവും ശ്രേഷ്ഠരായി മാറിയില്ലേ? അപ്പോൾ സഭയ്ക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന,
സഭയോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഏറ്റവും അനുഗ്രഹങ്ങൾ കാണുന്നത്. സകല ജാതികൾക്കും മീതെ ഞാൻ നിന്നെ ഉന്നതമാക്കുമെന്ന് പറഞ്ഞത് പുതിയ നിയമസഭ അറിയണം, യേശു ക്രിസ്തുവുമായി ബന്ധപ്പെടുന്നവർക്കാണ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 3:14 പറയുന്നു അബ്രഹാമിൻ്റെ അനുഗ്രഹം. അതാണ് ഈ ആവർത്തന പുസ്തകം 28. യേശു ക്രിസ്തുവിലൂടെ ജാതികൾക്ക് വരുന്നു. അബ്രഹാമിൻ്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വരുന്നു. എന്തെല്ലാം അനുഗ്രഹം അബ്രഹാമിനുണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് വന്നിരിക്കും. എന്തെല്ലാം ഉണ്ടെങ്കിലും ചിലർ പറയും അതൊക്കെ എന്തൊക്കെയാണ്? ചിലർ പറയും ഉണ്മാൻ ഉടുക്കാനുണ്ടെങ്കിൽ മതിയെങ്കിൽ മതി. അബ്രഹാം പൊന്ന് വെള്ളി മുതലായ കാര്യത്തിൽ ബഹുസമ്പന്നനായിരുന്നു. അങ്ങനെ വിശ്വസിച്ചാൽ അങ്ങനെ നടക്കും. അല്ല, എനിക്ക് 5-6 ഷർട്ടും പാൻറ്റും ഒരു ചുരിദാറും മതി, എനിക്കൊരു വാടക വീട് മതി. ദൈവം വേണമെന്നൊന്നും പറയില്ല. നിന്റെ വിശ്വാസം. അല്ല, എനിക്കിത് പോരാ, എനിക്ക് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കണം. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കും. എല്ലാം പുതിയ നിയമസഭയെന്ന് പറയുന്നത് എല്ലാം വിശ്വാസത്തിനെ കേന്ദ്രീകരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. മാത്രമല്ല വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണെന്നും പറയുന്നു. ആവർത്തന പുസ്തകം 28-2 വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കുമെന്നുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞു. ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്നെയൊക്കെ ഓവർടേക്ക് ചെയ്യുമെന്ന്. അപ്പോൾ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വന്നു? ഇത് ഓവർടേക്ക് ചെയ്തതാണ്. ഇത് യഹൂദന് വേണ്ടിയുള്ളതാണ്. എന്നാൽ വിശ്വസിച്ചപ്പോൾ കർത്താവ് അതിശയിച്ചു. ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസമില്ല. അപ്പോൾ നമുക്ക് വിശ്വാസത്താൽ ഇതിനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയും, അത് ജീവിക്കാൻ കഴിയും. അത് കർത്താവിൻ്റെ മക്കൾ വിശ്വസിക്കണം. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, അല്ലേ? 3 വാക്യത്തിൽ. അതായത് നീ ഒരു പട്ടണത്തിലോട്ട് ചെന്നാൽ ആ പട്ടണത്തിലേക്ക് എന്തിനു നീ ചെന്ന് പാർക്കുന്നു? ആ പട്ടണത്തിൽ നല്ല വീടില്ല, ആ പട്ടണത്തിൽ നല്ല ജോലിയില്ല, ആ പട്ടണത്തിൽ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റിയ സ്ഥലമില്ല. ആര് പറഞ്ഞു? നീ ചെല്ലുന്നതിന് മുമ്പേ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ, നിനക്ക് പാർക്കാനുള്ള വീട്, ജോലി, ഭാര്യയുടെ ജോലി, ഇതെല്ലാം ദൈവം നേരത്തെ അവിടെ ഓരോ കസേരകൾ നിനക്ക് വേണ്ടി മാറ്റിയിട്ടിട്ടുണ്ട് എന്നുള്ളൊരു സത്യം ഒരു ദൈവ പൈതൽ അറിയണം. കർത്താവിനെ അങ്ങോട്ട് വിശ്വസിക്കണം. ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. നാം വിശ്വസിക്കണം. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ദൈവം അവിടെ എനിക്ക് വേണ്ടി ഒരു കസേര, ഒരു അവസരം, ഒരു മാന്യത, ഒരു ഉയർച്ച, ഒരു ഭവനം. എനിക്ക് അവിടുത്തെ കാലാവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ്, എന്നാൽ ഞാൻ ചെല്ലുമ്പോൾ കാലാവസ്ഥയിൽ പോലും മാറ്റങ്ങൾ, ഇതെല്ലാം ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. എവിടെ ചെന്നാലും ദൈവം നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന ദൈവമാണ്. 133 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നൊരു വാക്യമുണ്ട്. 3 വാക്യം 1 മുതൽ വായിക്കുമ്പോൾ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിൻ്റെ വിളമ്പിലേക്ക്, നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി, അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നു. 133 സങ്കീർത്തനം. നമ്മൾ ഒരുമിച്ച് വസിക്കുമ്പോൾ ഫെലോഷിപ്പിലൂടെയാണ് അനുഗ്രഹം കവിഞ്ഞൊഴുകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 133 സങ്കീർത്തനം. നമ്മൾ ഒരുമിച്ച് കൂടി പാടുമ്പോൾ, നമ്മൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ,
നമ്മൾ ഒരുമിച്ച് സ്തുതിക്കുമ്പോൾ, നമ്മൾ ഒരുമിച്ച് കൈകോർക്കുമ്പോൾ, നമ്മൾ ഒരുമിച്ച് ഉപവസിക്കുമ്പോൾ, നമ്മൾ ഒരുമിച്ച് കർത്തൃമേശ അപ്പം നുറുക്കി പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ, കർത്താവിൻ്റെ കൂട്ടായ്മയുടെ ഒരു ഭാഗമായി നമ്മൾ ഒരുമിച്ച് ഫെലോഷിപ്പ് നടത്തുമ്പോഴാണ് ഒരു ഓവർഫ്ലോ ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് കാണാം. ഇത് തന്നെയാണ് അപ്പോസ്തലപ്രവൃത്തി 5:14 മുതൽ വായിക്കുമ്പോൾ, അവിടെ പെന്തക്കോസ്തിന് ശേഷം സഭയുടെ വളർച്ച നമുക്കവിടെ കാണാം. 14 മുതൽ വായിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 5:14, മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് വന്നു. വർദ്ധിക്കുകയാണ്, ഒരു വർധനവാണ്. രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തു. എന്താ കാരണം? ഇവരുടെ മേലുള്ള അനുഗ്രഹം ഓവർഫ്ലോ ചെയ്യുകയാണ്. ഇവരൊരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട് തീർന്നില്ല. അതിനുശേഷം അവരുടെ അഭിഷേകം ഓരോ ദിവസവും കൂട്ടായ്മയിലൂടെ വർദ്ധിച്ച് 16-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ, അതുകൂടാതെ യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. എല്ലാവരുടെ മേലേക്കും ഈ വിടുതലും അനുഗ്രഹവും ഓവർഫ്ലോ ചെയ്തു. ബൈബിൾ മുഴുവനും കൂട്ടായ്മയിലൂടെയുള്ള കവിഞ്ഞൊഴുക്കിനെ കാണിക്കുന്ന ഈ ദിവസങ്ങളിൽ, ഈ ഏപ്രിൽ മാസം മുതൽ നിങ്ങൾ പോകുന്ന ചർച്ച ഏതാണോ ആ ചർച്ചുമായി കൂടുതൽ അടുത്ത ബന്ധം നിങ്ങൾ സ്ഥാപിക്കണം. ആ സഭയിലെ പാസ്റ്ററുമായിട്ടും, ആ സഭയിലെ ലീഡർഷിപ്പുമായിട്ടും, ആ സഭയിലെ ഒരു ഭാഗമായി നിങ്ങൾ നിൽക്കണം. വെറുതെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം വന്നു പോകുന്ന ഒരു വ്യക്തിയാകരുത്. നിങ്ങൾ ആ സഭയുടെ അവിഭാജ്യ ഘടകമായി മാറും. അതായത് മാറ്റാൻ കഴിയുന്നില്ല. ഒരു ദിവസം നിങ്ങളില്ലെങ്കിൽ അതൊരു പോരായ്മയാണെന്ന് സഭയിൽ എല്ലാവരും അറിയണം. നിങ്ങളൊരു മാസം ചെന്നില്ലെങ്കിൽ സഭ അറിയാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് അവിടെ യാതൊരു കൂട്ടായ്മയും നിങ്ങൾ അവിടെ കാണിക്കുന്നില്ല. കുറഞ്ഞത് ബാത്റൂം കഴുകുന്ന ഒരാഴ്ച വന്നില്ലെങ്കിൽ ആ ബാത്റൂമിൽ കയറുമ്പോഴറിയാം, അയ്യോ ഇന്ന സിസ്റ്റർ ആണല്ലോ, ആ സിസ്റ്റർ ഒന്നും വന്നില്ലല്ലേ. കാരണം ആ ബാത്റൂമിൻ്റെ ദുർഗന്ധം അതിനെ വെളിപ്പെടുത്തും. നിങ്ങളുടെ പങ്ക് എന്താണ്? ഒരു സഭയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ റോൾ എന്താണ്? നിങ്ങൾ ഏത് റോളാണ് എടുത്തിരിക്കുന്നത്? വലിയ റോളുകൾ എടുക്കാൻ എത്രയോ പേരുണ്ടെന്നറിയോ? ചെറിയ റോളുകൾ എടുക്കുമ്പോൾ അവരാണ് ഏറ്റവും വലിയ റോളിലേക്ക് വരുന്നത്. അവരെ വരാവൂ. സ്ഥാനമോഹികളൊന്നും മുന്നിൽ വരരുത്. തന്നെത്താൻ താഴ്ത്തുന്നവർ മാത്രം ഉയർത്തപ്പെടുന്ന മാർഗം, ഒരേ ഒരു മാർഗം, അത് യേശുവിൻ്റെ മാർഗമാണ്. യേശു തന്നെത്താൻ താഴ്ത്തിയപ്പോൾ ഏറ്റവും അധികം ഉയർത്തപ്പെട്ടു. അതുകൊണ്ട് കൂട്ടായ്മയുടെ ഒരു ഭാഗമായി നിങ്ങൾ ദൂരെ നിന്ന് കേൾക്കുമ്പോൾ ഏത് ചർച്ചിലാണ് പോകുന്നത്, ആ സഭയുടെ ഒരു പ്രധാന ഭാഗമായി നിങ്ങൾ നിൽക്കണം. പ്രൈസ് ജനറേഷൻ ചർച്ചിലാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ആത്മീയമായ കൈത്താങ്ങൽ, ഭൗതികമായ കൈത്താങ്ങൽ, നിങ്ങളുടെ കഴിവുകൾ ദൈവസഭയ്ക്ക് വേണ്ടി ചെലവിടണം. നിങ്ങൾക്ക് ഒത്തിരി കഴിവുകളുണ്ട്, താലന്തുകളുണ്ട്, ദൈവസഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ സഭയ്ക്ക് കൈത്താങ്ങൽ തരുമ്പോൾ, നമ്മൾ ഒരുമിച്ച് വസിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ, ശാശ്വതമായ അനുഗ്രഹങ്ങൾ ഓവർഫ്ലോ ആകും. വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഒരു കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹം ഈ മക്കളുടെ മേൽ വരുവാൻ വേണ്ട ആലോചന ഇന്ന് തന്നതിനായി നന്ദി. യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു വലിയ ഭാഗമായി
ഇന്നു മുതൽ നിൽക്കാൻ ഈ മക്കൾക്ക് ഈ സന്ദേശം പ്രയോജനപ്പെടട്ടെ. അവർ പോകുന്ന സഭകൾക്ക് ഇതൊരു ആശ്വാസമാകട്ടെ. പ്രൈസ് ജനറേഷൻ കുടുംബങ്ങൾ എല്ലാവരും സഭയ്ക്ക് തൂണുകളായി മാറട്ടെ. അനുഗ്രഹിക്കുന്നു. ഇന്നു മുതൽ ഒരു അനുഗ്രഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കി മക്കളുടെ മേൽ, അവരെടുക്കുന്ന തീരുമാനങ്ങളുടെ മേൽ വരട്ടെ. കുഞ്ഞുങ്ങളുടെ മേൽ, സമ്പത്തിൻ്റെ മേൽ, ആരോഗ്യത്തിൻ്റെ മേൽ എല്ലാം ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്ക് ഈ ദൈവവചന ഭാഗം ഈ ആഴ്ച മുഴുവനും തുടരണം. അനുഗ്രഹിക്കപ്പെടണം. ഗോഡ് ബ്ലെസ് യു.